അധികാര കൊതിയുടെ കാലം. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, ഇത് നമ്മളുടെ MT വാസുദേവൻ നായർ, നമ്മുടെ സാഹിത്യകാരൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. അധികാര കൊതിയുടെ കാലം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MTയുടെ വിമർശനം എന്നും പറഞ്ഞിട്ടാണ് മാതൃഭൂമി, ഇന്ന് ജനുവരി 12 മാതൃഭൂമിയിൽ വെള്ളിയാഴ്ച വരുന്ന ഒരു വലിയ ഹെഡിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MTയുടെ വിമർശനം, അധികാരം ജനസേവനത്തെ കുഴിച്ചുമൂടി. ഒരു സംശയമില്ല, പണ്ടൊക്കെ നമ്മൾ രാഷ്ട്രീയം ജോലിയാണ്. പണ്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സർവീസ് ആയിരുന്നു. പക്ഷെ ഇന്ന് അതൊരു ജോലിയായി മാറി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുമ്പോൾ അധികാര വിമർശനം നടത്തി MT വാസുദേവൻ നായർ. കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യ അതിഥിയായി സംസാരിച്ച് MT വാസുദേവൻ നായർ EMS സമാരാധനായതെങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തെ വിമർശിച്ചത്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരു അവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്നോ നമ്മൾ കുഴിച്ചുമൂടിയെന്ന് MT പറഞ്ഞു. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനമെന്ന് വച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണെന്ന് MT ചൂണ്ടിക്കാട്ടി. 1957 ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരമെന്ന് വിശ്വസിച്ച് നേതാവായിരുന്നു EMS. അതുകൊണ്ടാണ് അദ്ദേഹം മഹാനായ നേതാവാകുന്നതെന്നും MT പറഞ്ഞു. നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ടാണെന്ന് MT ചൂണ്ടിക്കാട്ടി. അത് ഒരു ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പത്തെ പല സ്ഥലങ്ങളിലും പല എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെയോ നമുക്ക് താല്പര്യമില്ലാത്ത എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നതൊന്നും. കാരണം ഇപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് പറയുന്നത്, ലെഫ്റ്റിന് കൃത്യമായ അവരുടേതായ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും പാലിക്കാതെ പല രീതിയിൽ പോകുന്നു. അതിനെ താങ്ങാനായിട്ട് കുറേ അതിൻ്റെ അണികളും. കഷ്ടമാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ. അത് തന്നെയാണ് MT വാസുദേവൻ നായരും പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. 21.8 കിലോമീറ്റർ ദൂരം, അതും 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ് ഒരു പാലം സഞ്ചരിക്കുന്നത്. അതും രാജ്യത്തെ നീളം കൂടിയ കടൽപ്പാലമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മളുടെ അടൽ സേതുവിന്റെ ഉദ്ഘാടനം. ഇന്നാണ് നമ്മളുടെ അടൽ സേതു പാലമാണ്. ഗംഭീര പാലമാണ്. 6 വരി പാതയാണ് ഒരു പാലം. 6 വരി എന്ന് പറഞ്ഞാൽ 3 ആയിട്ട്. അതില് രാജ്യത്തെ നീളം കൂടിയ കടൽപ്പാലം മാത്രമല്ല, 27 മീറ്റർ വീതിയും 6 വരി പാതയുമാണ്. നീളത്തിൽ ലോകത്തിൽ 12ാം സ്ഥാനമാണ്. ലോകത്തിൽ 12ാം സ്ഥാനവും. നിർമ്മാണ ചെലവ് 17,840 കോടി രൂപ. ആകെ തൂണുകൾ 1100 തൂണുകൾ. 1100 തൂണുകളാണുള്ളത്. ഒരു ഭാഗത്തേക്ക് ടോളിന് 250 രൂപയാണ്. 375 രൂപ രണ്ട് സൈഡും കൂടി എടുക്കുന്നത്. സോ ഇതൊരു ഗംഭീര, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പറയും, ഡെവലപ്മെന്റിനെ കുറിച്ച് പലതും സംസാരിക്കുമ്പോൾ ഡെവലപ്മെന്റ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ഗതാഗതത്തിനുള്ള ഏറ്റവും സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഏത് സ്ഥലത്തേക്കാണെങ്കിലും ഗതാഗതം ഉണ്ടെങ്കിൽ, ഇപ്പൊ ലക്ഷദ്വീപിലേക്ക് എയർപോർട്ട് വരികയാണ്. സോ എയർപോർട്ട് വരുന്നതോടുകൂടി വളരെ ഈസി ആയിട്ട് ആൾക്കാർ വന്നിറങ്ങാൻ തുടങ്ങും. സോ അതനുസരിച്ച് ഇപ്പം ഞാൻ ഇതിലൊരു വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ എന്തും തുടങ്ങിയിട്ട് കാര്യമില്ല, നമ്മളുടെ ആറ്റിറ്റ്യൂഡുകളും മാറണം. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ, അത് ചെയ്യുന്ന ജീവനക്കാരുടെ. കാരണം വൺസ് ഒരു ഗവൺമെന്റ് അവിടെ സൗകര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം നടക്കില്ല. കാരണം ആൻഡമാൻ നിക്കോബാറിൽ പോയിട്ട് ആൻഡമാൻ നിക്കോബാറിന്റെ ഒരു അവസ്ഥ വളരെ മോശമാണ്. നമ്മളുടെ ടീമെല്ലാം പോയിട്ട് പറഞ്ഞു. കാരണം അത് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റും അതിന്റെ പരിപാടികളും അതിന്റെ സൗകര്യങ്ങളും വേറെ ലെവലായിരുന്നു. ഇപ്പോഴും ആൻഡമാനിൽ പോയി കഴിഞ്ഞാൽ വലിയ സുഖവും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ലക്ഷദ്വീപിന്റെ കാര്യം അങ്ങനെ തന്നെ വരാൻ പോണം. ലക്ഷദ്വീപ് നല്ല രീതിയിൽ തുടങ്ങി വെച്ച് പിന്നീട് എന്താ ഉണ്ടാവാൻ പോണെന്ന് പറഞ്ഞാൽ ആൾക്കാർ മുഴുവൻ വന്ന് നശിപ്പിക്കുക. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അവിടുത്തെ ജീവനക്കാർ അതിനെ അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളത് അവർ മനസ്സിലാക്കണം. സോ അതിനനുസരിച്ച് അവരും അതിനോട് അനുകൂലിക്കണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നവരും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റണം.
നമ്മൾ ബാക്കിയുള്ള രാജ്യത്ത് പോയാൽ അവരുടെ നിയമങ്ങൾ പക്കയായിട്ട് പാലിക്കും. അതിൽ ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ പറയാം. ഇപ്പം ഞാൻ ഗൾഫിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ്, ഗൾഫിൽ നിന്ന് വരുന്ന വളരെ ചുരുക്കം ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ വരുന്ന ഓടിക്കണം എന്തിനാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റൈലിൽ ഓടിക്കാൻ വേണ്ടി വരുന്നവരാണ്. കാരണം അവിടെ ഓടിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കി ഓടിച്ചിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ തോന്നിയ മാസം അവരിവിടെ വന്നു കഴിയുമ്പോൾ ഈ നിയമമൊന്നും നോക്കില്ല. ചിലവർ വളരെ പക്കയായിട്ട് ഓടിക്കും, ദേഷ്യം വരും, മറ്റൊരു ഹോൺ അടിക്കുന്നതിന് ദേഷ്യം വരും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറിയാൽ മാത്രമേ ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇത്രയാണ് പറയാനുള്ളത്. സോ വലിയ പാലം പുതിയ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലമായ ഷിഫ്റ്റി നവസേന അടൽ സേതുവിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:30 നിർവഹിക്കും. കടൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചാണ് പ്രധാനമന്ത്രി നവി മുംബൈ വിമാനത്താവള മേഖലയിലെ ഉദ്ഘാടന വേദിയിലെത്തുക. കടൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം വൈകിട്ട് 4:30 നവി മുംബൈയിലെ പൊതുസമ്മേളനത്തിലും നരേന്ദ്രമോദി സംസാരിക്കും. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്, രാജ്യത്തെ സംബന്ധിച്ചൊരു വലിയ നേട്ടം തന്നെയാണ്, ഒരു സംശയമില്ല. ഗൂഗിളിന് 21,603 കോടി രൂപയുടെ പിഴ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരച്ചിൽ ഫലങ്ങളിൽ കൃത്രിമത്വം കാണിച്ച ഡിജിറ്റൽ ലോകത്തെ നിയമവിരുദ്ധമായി ആധിപത്യം നേടിയെന്ന ആന്റി ട്രസ്റ്റ് കേസിലെ യൂറോപ്യൻ കോടതിയിൽ ഗൂഗിളിന് തിരിച്ചടി. യൂറോപ്യൻ കമ്മീഷൻ ചുമത്തിയ പിഴ ശിക്ഷയ്ക്കെതിരെ ഗൂഗിൾ സമർപ്പിച്ച ഹർജി വ്യാഴാഴ്ച യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത കോടതി തള്ളി. 2017 ചുമത്തിയ $2,600 കോടി, ഏകദേശം 21,603 കോടി രൂപയാണ് പിഴ ശിക്ഷ ജഡ്ജി ജൂലിയൻ കൊക്കോട്ട് ശരിവെച്ചു. അനാരോഗ്യകരമായ മത്സരത്തിലുള്ള എതിരാളികളെ സെർച്ച് എഞ്ചിനുകളിലെ പിന്നിലാക്കിയാണ് ഡിജിറ്റൽ ലോകത്തെ ഗൂഗിൾ കുത്തക നിലനിർത്തിയെന്നാണ് ആരോപണം. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാവർക്കും ഇത് ബാധകമാണ് കേട്ടോ. അപ്പോൾ ഗൂഗിളിന് മാത്രമല്ല, ഗൂഗിൾ ആണല്ലോ നമ്മളുടെ ലാസ്റ്റ് വാക്ക്. നമ്മളുടെ ഒരു സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഗൂഗിളാണ്. സോ അതുപോലെയുള്ള പല വലിയ വലിയ കമ്പനികളുണ്ട്. സോ അവരുടെ ഇത് നിലനിർത്താൻ പല കളികളും കളിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള പണികൾ കിട്ടും. അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റു. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണവും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫോട്ടോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. നന്നായിട്ട് സീറോ മലബാർ സഭ ഇനി മുന്നോട്ട് ഇദ്ദേഹമാണ് നയിക്കാൻ പോകുന്നത്. ഗംഭീരം. 12 വർഷം കോടതിയിൽ നിന്ന് ഇറങ്ങാതെ ഒരു PSSC പരീക്ഷ. അതെന്താണ് നമുക്ക് നോക്കാം. വിജ്ഞാപനം വന്ന് 12 വർഷമായിട്ടും കോടതിയിൽ നിന്നിറങ്ങാതെ ഒരു PSSC പരീക്ഷ. വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് പരീക്ഷയ്ക്കാണ് ഈ ദുര്യോഗം. 2012 വിജ്ഞാപനം വന്നപ്പോൾ തുടങ്ങിയ തർക്കമാണ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും LBS, IHRD അല്ലെങ്കിൽ തത്തുല്യ സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡേറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷനിൽ 3 മാസത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് കോഴ്സും ആയിരുന്നു യോഗ്യത. ഉയർന്ന യോഗ്യത പരിഗണിക്കാത്തതിനെ തുടർന്ന് അത്തരം ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിച്ചു. വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതയുള്ളവരെ മാത്രമേ പരിഗണിക്കാവൂ എന്നായിരുന്നു PSSCയുടെ നിലപാട്. അത് അംഗീകരിച്ചുകൊണ്ട് കോടതി കേസ് തീർപ്പാക്കിയതിനെ തുടർന്നാണ് 2022 പരീക്ഷ നടന്നത്. റാങ്ക് പട്ടിക വന്നപ്പോൾ യോഗ്യതയിൽ പറയാത്തവരും അതിൽ ഉൾപ്പെട്ടു. ഇതോടെ ഒരു വിഭാഗം കോടതിയെ സമീപിച്ചു. വിജ്ഞാപനത്തിൽ യോഗ്യതയ്ക്കനുസരിച്ച് 6 ആഴ്ചയ്ക്കകം പട്ടിക പുനർക്രമീകരിക്കണമെന്ന് ഒക്ടോബർ 30 കോടതി ഉത്തരവിട്ടു. 8 ആഴ്ച കഴിഞ്ഞിട്ടും നടപ്പാക്കിയില്ലെന്ന് കാട്ടി കോടതി അലക്ഷ്യ കേസിൽ വീണ്ടും ഹൈക്കോടതിയിലാണ് ഉദ്യോഗാർത്ഥികൾ. കഷ്ടം തന്നെ അല്ലേ? അവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള ഒരു വിധി വരട്ടെ. സൈന്യത്തിലെ നഴ്സിംഗ് ഓഫീസർമാർക്ക് 100% വനിതാ സംവരണം ഭരണഘടനാ വിരുദ്ധം. ഉത്തരവുമായി കർണാടക ഹൈക്കോടതി. 100% വനിതാ സംവരണം ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് സൈന്യത്തിലെ നഴ്സിംഗ് ഓഫീസർമാരുടെ കാര്യമാണ് പറയുന്നത്. ഉത്തരവുമായി കർണാടക ഹൈക്കോടതി. സൈന്യത്തിലെ നഴ്സിംഗ് ഓഫീസർമാരുടെ നിയമനത്തിൽ 100% വനിതാ സംവരണം നിർദ്ദേശിക്കുന്ന 1943 ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഓർഡിനൻസിലെ 6ാം വകുപ്പ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ഈ സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നടപ്പാക്കിയ ഓർഡിനൻസ് പ്രകാരമാണ് ഇതുവരെ നിയമനം നടത്തി വന്നത്. ഇതോടെ സൈന്യത്തിലെ നഴ്സിംഗ് ഓഫീസർമാരുടെ തസ്തികയിലേക്ക് പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ അവസരമായി. ഹുബ്ലി സ്വദേശികളായ സഞ്ജയ് M. പിരാപ്പൂർ, ശിവപ്പ മാരണ ബസാരി എന്നിവർ 2011 നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ആനന്ദ് രാംനാഥ് ഹെഗ്ഡെയുടെ വിധി. 2010 കരസേനയിൽ നഴ്സിംഗ് ഓഫീസർമാർ തിരഞ്ഞെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്തായിരുന്നു ഹർജി. നല്ല കാര്യമാണ്. 100%. അപ്പൊ കുറച്ചു പേർക്ക് ആണുങ്ങൾക്കും ജോലി കിട്ടും. അതേപോലെ തന്നെ പ്രതിഷേധം നയൻതാരയുടെ സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കി. അന്നപൂർണി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, ഒരു ഷെഫിന്റെ. ഓക്കെയാണ് സിനിമ, അത്രയേ ഉള്ളൂ. ഭയങ്കര ഒരു സംഭവമൊന്നുമല്ല, എന്നാലും ഓക്കെ.
അപ്പോൾ ആ സിനിമ നയൻതാര നായികയാക്കി അന്നപൂർണി ദി ഗോഡ് ഓഫ് ഫുഡ് എന്ന തമിഴ് സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പിൻവലിച്ചു. സിനിമ ഹിന്ദു മത വികാരം വ്രണപ്പെടുത്തുന്നതാണെന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് മുംബൈ പോലീസ് കേസെടുക്കുകയും ചില ഹിന്ദുത്വ സംഘടനകൾ ഭീഷണി മുഴക്കുകയും ചെയ്ത പശ്ചാത്തലത്താണിത്. ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്ന ദൃശ്യവും മാംസം ചേർത്ത് ബിരിയാണി വയ്ക്കുന്ന ദൃശ്യവും സിനിമയിലുണ്ട്. ഒരു ന്യായമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ഈ സിനിമ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് ഇതൊക്കെ സിനിമയിൽ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ? ഇതിലൊക്കെ കയറിയാൽ ഈ ഓരോരുത്തരും ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ആ സിനിമ അതിൽ പറയുന്ന കാര്യം കറക്റ്റ് അല്ലേ? നമ്മുടെ രാജ്യം അങ്ങനെയല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ കട്ടയ്ക്ക് എതിർപ്പാണ് എനിക്ക്. അയോധ്യയിൽ വിട്ടുനിൽക്കാൻ കോൺഗ്രസിൽ ഭിന്നസ്വരങ്ങൾ നടക്കുന്നുണ്ട്. അയോധ്യയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ ഭിന്നസ്വരങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അയോധ്യ രാമക്ഷേത്രം പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഇല്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടും കോൺഗ്രസിൽ ഭിന്നസ്വരങ്ങൾ. തീരുമാനത്തെ പരസ്യമായി വിമർശിച്ച് ഗുജറാത്തിലെ നേതാക്കൾ രംഗത്ത് വന്നു. ഹൈക്കമാൻഡ് രാഷ്ട്രീയ തീരുമാനം ഒഴിവാക്കേണ്ടിയിരിക്കുന്നുവെന്ന് പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റും പോർബന്ദർ MLA അർജുൻ വാദിയ സാമൂഹിക മാധ്യമത്തിൽ തുറന്നടിച്ചു. ബ്രാഹ്മണനായതിനാൽ അഭിമാനമുണ്ടെന്നും ചടങ്ങിൽ വിളിച്ചിരുന്നെങ്കിൽ താൻ പങ്കെടുത്തേനെ എന്നും ഗുജറാത്തിലെ പാർട്ടി വക്താവ് ഹോമങ് റേവലും സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചു. AICC തീരുമാനത്തെ വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധറും വിമർശിച്ചു. ഇതിൽ പങ്കെടുത്താൽ എന്താണ് ഇപ്പോൾ തെറ്റെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. രാമക്ഷേത്രം ഒരു ക്ഷേത്രം ഇത്രയും വലുതായിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. അതിൽ പങ്കെടുക്കുന്നതായിരുന്നു ഹീറോയിസം. പങ്കെടുക്കാതിരിക്കുന്നത് ഒട്ടും ന്യായമായൊരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. രാമക്ഷേത്രം കോൺഗ്രസ് നിലപാട് സ്വാഗതാർഹം. സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് കോൺഗ്രസ് നിലപാട് സ്വാഗതാർഹം ആണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാമക്ഷേത്രത്തിന് ആരും എതിരല്ല. രാമക്ഷേത്രം മുസ്ലിങ്ങളും അംഗീകരിക്കുന്നു. ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായ BJP ഉപയോഗിക്കുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇത് കോൺഗ്രസ് അടക്കമുള്ളവർ മനസ്സിലാക്കി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആശ്വാസകരമാണ്. ഈ അമ്പലം വരുന്നതിൽ അവർക്ക് എതിർപ്പില്ല. പക്ഷെ ഇതൊരു BJP അതിനെ അവരുടെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നാണ്. ഇവരെല്ലാവരും മറച്ചു വെക്കുന്ന ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രകടന പത്രികയിൽ ഈ ഒരു സാധനം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അവർ രാഷ്ട്രീയം അവർ ഉറപ്പായിട്ടും അത് അവരുടെ രാഷ്ട്രീയമാക്കി മാറ്റുക തന്നെ ചെയ്യും. അതിലെന്താ സംശയം? അതിലെന്താ തെറ്റ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം കണ്ടില്ലേ, എല്ലാ മുസ്ലിംസിനും അത് ഈ രാമക്ഷേത്രം വരുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അത് ആവശ്യമാണ്. വാഹന പുക പരിശോധന പിടിമുറുക്കി കേന്ദ്രം. വാഹന പുക പരിശോധനയെ കുറിച്ചാണ്. വാഹന പുക പരിശോധനയുടെ നിലവാരം ഉറപ്പാക്കുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് വീഴ്ച വരുത്തിയതിനെ തുടർന്ന് കേന്ദ്ര ഇടപെടൽ. സോഫ്റ്റ്വെയറിൽ ഉപരിതല ഗതാഗത മന്ത്രാലയം മാറ്റം വരുത്തിയതോടെ പരാജയപ്പെടുന്ന പെട്രോൾ വാഹനങ്ങളുടെ എണ്ണം കുത്തനെ കൂടി. ബുധനാഴ്ച സംസ്ഥാനത്ത് 31,657 പെട്രോൾ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ 31,657 പെട്രോൾ വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ 3,276 എണ്ണം പരാജയപ്പെട്ടു. എന്നാൽ മാറ്റം വരുത്തുന്നതിന് മുമ്പുള്ള ചൊവ്വാഴ്ച 39,277 വാഹനങ്ങൾ പരിശോധിച്ചാൽ 536 മാത്രമായിരുന്നു പരാജയപ്പെട്ടത്. സോ അതൊക്കെയാണ് ഡിഫറൻസ്. കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ധന ജ്വലനത്തിൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക പിഴവ് പരിഹരിച്ചാൽ മാത്രമേ ഈ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കൂ. 2021 മുതൽ സംസ്ഥാനത്തെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് വിതരണം ഓൺലൈനിലാണ്. വിവരങ്ങൾ സോഫ്റ്റ്വെയർ ശേഖരിക്കുകയും കാർബൺ മോണോക്സൈഡ് ഉൾപ്പെടെയുള്ള ബഹിർഗമന വാതകങ്ങളുടെ അളവ് കണക്കാക്കി പരിശോധനാ ഫലം നൽകുകയും ചെയ്യും. ഇതിനു പകരം വിശകലനം ചെയ്യാനുള്ള സജ്ജീകരണം കൂടി ഏർപ്പെടുത്തി. പുക കൂടിയ വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ കൂടി കടക്കുന്ന വിധത്തിൽ നോസിൽ ക്രമീകരിച്ച് പാസാക്കിയിരുന്നു. ഒറ്റ ദിവസം ഇത് അടുത്ത ന്യൂസാണ്. ഒറ്റ ദിവസം സഹകരണ ബാങ്കുകളിൽ എത്തിയ നിക്ഷേപം 54.50 കോടി രൂപയാണ് കേട്ടോ. ഒറ്റ ദിവസം സഹകരണ ബാങ്കുകളിലേക്ക് എത്തുന്ന എമൗണ്ട്. കേരളം വേറെ ലെവൽ. നിവേദ്യത്തിന് അരളി വേണ്ട, തുളസിയും തെച്ചിയും മതി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ്. ദേശീയപാതയിലും മീഡിയനിൽ തുടങ്ങിയ ക്ഷേത്ര വളപ്പുകളിൽ വരെ റോസ് നിറത്തിലുള്ള അരളിപ്പൂവിന്റെ മനോഹാരിത കാണാം. എന്നാൽ അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട സസ്യമാണ്. പൂക്കളത്തിൽ മാത്രമല്ല, തുളസിക്കും തെച്ചിക്കുമൊപ്പം ക്ഷേത്രങ്ങളിൽ നിവേദ്യത്തിന് അരളി ഇടം പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് എത്താൻ ഇടയുണ്ട്. എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ലെന്നതാണ് യാഥാർത്ഥ്യം.
അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും വിഷാംശമുണ്ട്. പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശം മേറുകയെന്ന വന ഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ പി സുജനപാലൻ പറയുന്നു. ഇവ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അരളിപ്പൂവിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ നിവേദ്യത്തിന് അരളി വേണ്ട, തുളസിയും തെച്ചിയും മാത്രം മതി എന്നാണ് പറയുന്നത്. കാരണം പൂവിലും കായലും ഇതിലൊക്കെ വിഷാംശമുണ്ട്. പക്ഷെ പൂവിനേക്കാൾ കൂടുതൽ വിഷാംശം ബാക്കിയുള്ള ഭാഗത്താണെന്നും കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും അത് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി അടുത്ത ന്യൂസ്, 1,00,000 കരസേനാ അംഗങ്ങളെ കുറയ്ക്കും. പുഞ്ചിലെ ഗ്രാമം ദത്തെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് 2021 1,00,000 കരസേനാ അംഗങ്ങളെ കുറയ്ക്കാനുള്ള പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാനും മാനവിഭവ ശേഷി കുറയ്ക്കുക അതിനു വേണ്ടിയിട്ടാണ് കുറയ്ക്കുന്നത്. സോ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. സ്മാർട്ട് സേവനങ്ങൾ ഇനി അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്മാർട്ട് പദ്ധതിയിലെ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ലഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്മാർട്ട് സേവനം നൽകുന്നതിന് പുറമെയാണിത്. അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് ഇതിനുള്ള പരിശീലനം നൽകി. തദ്ദേശ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് സ്മാർട്ട് വികസിപ്പിച്ചത്. നിലവിൽ 33,000 പേര് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 16,000 പേര് മൊബൈലിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. 87 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലുമാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. ഏപ്രിലോടെ പഞ്ചായത്തുകളും സ്മാർട്ടിന് കീഴിൽ വരും. അടിപൊളി, വരട്ടെ. പിന്നെ അതേപോലെ തന്നെ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന 2 സെക്രട്ടറിമാര്, സംസ്ഥാന സെക്രട്ടറിമാര് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു മുഖാമുഖം ഇരുന്ന് അവർ ട്രാവൽ ചെയ്യുന്നതിനൊക്കെ മുമ്പ് സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടുണ്ട്. നമ്മളുടെ അത് വേറെ ആരുമല്ല, നമ്മുടെ MV ഗോവിന്ദനും അതുപോലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. അവർ മാവേലി എക്സ്പ്രസിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ കാക്കദൃഷ്ടി, ഇന്നലെ കാക്കദൃഷ്ടി ഉണ്ടായിരുന്നില്ല, ഇന്ന് കാക്കദൃഷ്ടിയുണ്ട്. നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിൽ എത്തുന്നു. നേതൃത്വ പൂജകളിലൊന്നും EMSനെ കണ്ടിട്ടില്ല. MT 2ാം മുഴം കൊണ്ടേ പോകുമെന്നും പറഞ്ഞുകൊണ്ട് താഴെ ഒരു ഇതോടുകൂടി ഇട്ടിട്ടുണ്ട്. MT വാസുദേവൻ നേരെ തകർത്തു. അടിപൊളി. അളന്നു മുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് കൊള്ളേണ്ടവർക്ക് കൊണ്ടു. ഇനി വേണ്ടത് ഇത് 2ലും 3ലേക്കും വരുമ്പോൾ നാട്ടുവർത്തമാനം, അത് ലളിതം പ്രാർത്ഥനാ നിർഭരം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നമ്മുടെ സീറോ മലബാർ സഭയുടെ അദ്ദേഹം ആ സ്ഥാനാപതിയായി ആ വീഡിയോയും ആ ഫോട്ടോസും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ന് കുറച്ച് കൂടുതൽ നേരമായതുകൊണ്ട് 777 ഒരു 7 സ്റ്റാർ ലേലം എന്നും പറഞ്ഞുകൊണ്ട് BMW കാറിന്, ഡോക്ടർ എസ് രാജിന്റെ BMW കാറിന് 7777 ആണ് നമ്പർ എന്ന് പറഞ്ഞാൽ KL7 DC 7777 ആണ്. ഹെവി, ഒരു രക്ഷയില്ല, കളറും ഒക്കെ കൊള്ളാം. KL7 DC 7777 എന്ന ഫാൻസി നമ്പർ വെറും ഫാൻസി നമ്പർ അല്ല, അതിനുമപ്പുറം ഒട്ടേറെ പേർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സ്വപ്ന നമ്പർ. ലേലത്തിൽ പങ്കെടുക്കാനെത്തിയത് 7 പേരാണ്. തീർന്നില്ല. 7ന്റെ കളി. 7,70,000 രൂപയ്ക്കാണ് 7ാം നമ്പർ ലേലത്തിൽ പോയത്. എന്റെ അമ്മ, 7 ലക്ഷം രൂപ, മൊത്തം 7. BMWന്റെ 7 സീരീസിൽപ്പെട്ട i7 മോഡൽ കാറിന്റെ, ഇലക്ട്രിക് കാറാണ്, i7 മോഡൽ കാറിനാണ് ഈ KL7 DC 7777 എന്ന നമ്പർ സ്വന്തമായത്. അതും ഉടമസ്ഥൻ 7ാമതായി വാങ്ങിയ കാറാണ്. 7ാമത്തെ കാറ് നമ്പർ 777. അതുകൂടാണ്ട് അതിന് കൊടുത്ത വിലയും 7,70,000 രൂപ. മൊത്തം 7ന്റെ ഒരു കളിയാണ്. അതാണ് ഉദ്ദേശിച്ചത്. ഗംഭീരം. റിപ്പബ്ലിക് ദിനം കർത്തവ്യ പത്തിൽ ചരിത്രം കുറിക്കാൻ ശ്വേത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ അതൊന്ന് വായിക്കാം. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസ് കണ്ടിജന്റിനെ നയിച്ച് മലയാളിയായ ശ്വേത P സുഗതൻ മാർച്ച് ചെയ്യുന്നത് പുതിയ ചരിത്രത്തിലേക്ക്. ഗംഭീരം. അതിന് ഏറ്റവും വലിയൊരു കൈയടി നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കാം. ഉത്തരക്കടലാസ് ഫെബ്രുവരിയിൽ സ്കൂളിലെത്തുന്നു പറഞ്ഞിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ന്യൂസ്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും MT വാസുദേവൻ നായരുടെ കാലത്തിന്റെ ആവശ്യം അധികാരത്തിലുള്ളവർ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞിട്ട് എഡിറ്റോറിയൽ പേജിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ ജീർണതയ്ക്കെതിരെ MT എന്ന് പറഞ്ഞ് നമ്മുടെ MN കാരശ്ശേരി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ 1ാം പ്രതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ലാഹുൽ ബാങ്കുട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ഉദ്ഘാടകനായ ഷാഫി പറമ്പിൽ MLA ആണ് 1ാം പ്രതിയാക്കി കോൺഗ്രസ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ള കണ്ടാലറിയുന്ന 150 പേർക്കെതിരെയാണ് കേസോടെ കേസ്. റിവെഞ്ചോടെ റിവെഞ്ച് നടക്കട്ടെ. ഇതിനെതിരെങ്കിലും ജനങ്ങൾ 2026 ഒന്ന്
പറ്റിയാൽ ചെയ്താൽ കൊള്ളാം. MDയുടെ പ്രസംഗത്തിൽ കുന്തമുന മോദിക്ക് എതിരെ എന്ന് EP ജയരാജൻ. EPയുടെ ഒരു കാര്യം അടിപൊളി, അത് നടക്കട്ടെ. അപ്പോൾ ഈ EMSനെ കുറിച്ചൊക്കെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് പുള്ളിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ EP പിന്നെ പിണറായി വിജയൻ ഒരു ഷീൽഡാണ്. അത് കാരണം പിണറായി വിജയന്റെ മുഖത്ത് കൊണ്ടുവന്ന് മോഡിയുടെ ഫേസ് വെക്കുന്ന ഒരു കാരിക്കേച്ചറൊക്കെ വരച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര സാധനമുണ്ട്. MD പ്രസംഗിച്ചത് മോദിക്കെതിരെ EP ജയരാജൻ. ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ 8ലും 9ലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ വിപണി മൂല്യം 40,000 കോടി കടന്നു. ഗംഭീരം. സ്വർണ്ണ വില താഴേക്കാണ്, വലിയ സന്തോഷം. 2 ആഴ്ചകളിൽ 760 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് മുന്നേ ലോകത്തിലെ ശക്തമായ പാസ്പോർട്ടുകളിൽ ഇന്ത്യക്ക് മുന്നേറ്റമുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ ഇന്ത്യക്ക് മുന്നേറ്റം. 62 രാജ്യങ്ങളിൽ വിസ രഹിത പ്രവേശനം നേടിക്കൊണ്ട് ഇത്തവണ ഇന്ത്യൻ പാസ്പോർട്ട് പട്ടികയിൽ 80ാം സ്ഥാനത്ത് എത്തി. മുൻ വർഷത്തെ അപേക്ഷിച്ച് റാങ്കിങ്ങിൽ 3 നില മെച്ചപ്പെടുത്താൻ ഇന്ത്യക്കായി. 2023 സൂചികയിൽ 83ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ പാസ്പോർട്ട്. ശ്രീലങ്ക, തായ്ലൻഡ്, കെനിയ എന്നീ രാജ്യങ്ങൾ കൂടി കഴിഞ്ഞ വർഷം വിസരഹിത പ്രവേശനം അനുവദിച്ചതോടെ സൂചികയിൽ ഇന്ത്യക്ക് മുന്നേറാനായത്. വിസരഹിത പ്രവേശനം അനുവദിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ എണ്ണത്തിൽ അടിസ്ഥാനത്തിലാണ് ഹെൻലി സൂചികയിൽ പാസ്പോർട്ടുകളുടെ റാങ്കിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് സൂചികയിൽ ആധിപത്യം. ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ എന്നീ 6 രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളാണ് സൂചികയിൽ 1ാം സ്ഥാനത്ത് പങ്കിടുന്നത്. 194 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം അനുമതി ഉള്ളവയാണ് ഈ രാജ്യങ്ങൾ. 194 രാജ്യങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം ഉള്ളവരാണ് ഈ 1ാം സ്ഥാനത്തുള്ള ഈ പറയുന്ന ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും സിംഗപ്പൂരും സ്പെയിൻ എന്നീ 6 രാജ്യങ്ങൾ. ഗംഭീരം. 193 രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ പ്രവേശനം നേടിയിട്ടുള്ള ഫിൻലൻഡിന്റെയും ദക്ഷിണ കൊറിയയുടെയും പാസ്പോർട്ടുകളാണ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് പങ്കിടുന്നത്. 192 രാജ്യങ്ങളിൽ വിസരഹിത പ്രവേശനമുള്ള ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, അയർലൻഡ്, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങളും 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചു. യഥാക്രമം 28, 29, 30 രാജ്യങ്ങൾ മാത്രം വിസ ഇല്ലാതെ പ്രവേശനം അനുവദിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ സിറിയ, ഇറാഖ് എന്നിവയാണ് സൂചികയിൽ ഏറ്റവും പിന്നിലുള്ള 3 രാജ്യങ്ങൾ. വിസ ഇല്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുടെ എണ്ണം 2006 ശരാശരി 58 ആയിരുന്നു. 2024 ഇത് 11ആയി ഉയർന്നിട്ടുണ്ടെന്ന് പാസ്പോർട്ട് സൂചിക തയ്യാറാക്കിയ ആഗോള കൺസൾട്ടേഷൻസി സംരംഭമായ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പറയുന്നു. ഗംഭീരം. ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. റിലയൻസിന്റെ വിപണി മൂല്യം 18 ലക്ഷം കോടി കടന്നു. ഓഹരികൾക്കായി റെക്കോർഡ് നേട്ടം. ഇൻഫോസിസിന്റെ ലാഭം 6106 കോടി രൂപയാണ്. സുവർണ ജൂബിലി നിറവിൽ കാംകോ. ഗംഭീരം. തിരുവാഭരണ ഘോഷയാത്ര നാളെ മുതൽ തുടങ്ങുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. കൊല്ലം SNC കോളേജിൽ ആദ്യ വിദ്യാർത്ഥി ഹാജർ. അടിപൊളി. കൊല്ലം SN കോളേജിലെ ആദ്യ വിദ്യാർത്ഥി ഹാജരാണ്. ഇത് 1ാം നമ്പർ എന്നും പറഞ്ഞുകൊണ്ട് കൊല്ലം SN കോളേജിലെ ആദ്യ വിദ്യാർത്ഥിയായ പ്രവേശനത്തിന് അവസരം കിട്ടിയ രാമാനന്ദ റാവുവിനെ കാണാൻ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രൊഫസർ K ഹരീന്ദ്രനും PR ഹരിഹരനും ബൈജു S കുറുപ്പും എത്തിയപ്പോൾ. ഗംഭീരം കേട്ടോ. അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ SN കോളേജിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ്. സൂപ്പർ. തോമസ് ഐസക് ഇന്ന് EDക്ക് മുന്നിലെത്തണം. എത്തിയില്ലെങ്കിൽ കൈവെട്ട് കേസ് സവാദ് തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പാലക്കാട് മലമ്പുഴ കവ റോഡിന് സമീപം മാന്തുരിയിൽ ഇറങ്ങിയ കാട്ടാനകളെ ഓടിക്കാനെത്തിയ പടക്കം കത്തിച്ചെറിയുന്ന വനപാലകർ. അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെരി ഗുഡ്. പിന്നെ ചരമക്കോളം, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചരമക്കോളം വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. പൂയംകുട്ടിയിൽ ടാപ്പിങ്ങിനിടെ തൊഴിലാളിയെ ആന ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കാര്യങ്ങൾ. പിന്നെ നാട്ടുവർത്തമാനം. അതേപോലെ തന്നെ ലാസ്റ്റ് ഇതിലേക്ക് പോകുമ്പോൾ സ്പോർട്സ് ആണ് ഇത്തവണ. ഖത്തറിൻ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് അർജന്റീനയ്ക്കും ബ്രസീലിനും പിഴ, സ്റ്റേഡിയത്തിൽ കയ്യാങ്കളി. അതുകൊണ്ടാണ് കേട്ടോ. ഈ വക ന്യൂസുകളുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകൾ സ്പോർട്സ് പേജിലില്ല. ഇതിൽ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ആ വലിയൊരു പാലം, പുതിയ ഒരു കാലം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ അഭിമാനമായിട്ടൊരു പാലം വരെയാണ്. ഏകദേശം 21.8 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. 6 വരി പാതയാണ്. അതിൽ ഏകദേശം 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയാണ്. സോ അതൊരു വലിയ സംഭവം തന്നെ. രാജ്യത്തെ 12ാമത്തെ സ്ഥാനമാണ് ഈ പാലത്തിനുള്ളത്. അതുപോലുള്ള നേട്ടങ്ങൾ വരട്ടെ, അതോടൊപ്പം നമ്മളുടെ ഇന്ത്യ വളരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പത്രം വായന ഇവിടെ നിർത്തുകയാണ്. ഇന്ന് ജനുവരി 12 ആയിരുന്നു, വെള്ളിയാഴ്ചയാണ്. വീക്കെൻഡൊക്കെ ആവാൻ പോവാണ്. തകർക്കാനുള്ള പരിപാടിയുണ്ട്. ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. കാണണം എന്നുണ്ട്, കാണും. കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. കാരണം നമ്മുടെ സ്വന്തം ജയറാമേണ്ട പടമല്ലേ.
മമ്മൂക്ക അതിലൊരു ഗസ്റ്റ് റോൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത്. ഗസ്റ്റ് റോൾ ആണോ എന്താണെന്നുള്ളത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. സോ കണ്ടതിന് ശേഷം പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറൊന്നും പറയില്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചൂടുള്ള വാർത്തയാണ്. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകണം. അപ്പോൾ ഒരു വലിയ ഗുഡ് മോർണിംഗ്, അടിപൊളിയായിട്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കട്ടെ. വേറൊന്നും പറയാനില്ല. ഗുഡ് മോർണിംഗ്.